നിഷാസ് വേൾഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ഒരു ഫിഷ് ഫ്രൈ, ചൂര അഥവാ ട്യൂണ ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ട്യൂണ മീൻ അഥവാ ചൂര, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ രീതിയിൽ ഏത് മീനാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ഈ രീതിക്കാണ് മസാലക്കൂട്ട് ചെയ്യാറുള്ളത്. ആ മസാലക്കൂട്ട് എങ്ങനെ ചെയ്യണമെന്ന് കണ്ടാലോ. ഏകദേശം ഒരു 3/4 കിലോളം മീൻ ഉണ്ടാവും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി, 2 കഷ്ണം വലിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ്. ഇതാദ്യം നമുക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയിലൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുറച്ചൊന്ന് ചതച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. ശേഷം ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇടാം. അപ്പോൾ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി, നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ കുരുമുളക് എല്ലാം ഒരു 1/2 സ്പൂൺ. പിന്നെ അതുപോലെ ഞാൻ മല്ലിപ്പൊടി ഇവിടെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും അതേപോലെ ഒരു 1/2 സ്പൂൺ. പിന്നീട് പെരിഞ്ജീരകം, അത് ഞാനിവിടെ ഒരു സ്പൂണ് പെരിഞ്ജീരകവും ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. കല്ലുപ്പാണ് ഇടുന്നത്, പൊടിയുപ്പ് നോക്കിയിട്ട് പൊടിയുപ്പ് ഇട്ടാലും മതി. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. ഈ മസാല എല്ലാം കറക്റ്റ് ആ കോട്ടിങ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാൻ ഒരു 2 സംഭവങ്ങളും കൂടി പറയാൻ വിട്ടുപോയി. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2 ഗ്രാമ്പു അതും കൂടി ഇടുന്നുണ്ട്. ഗരം മസാല ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്താലും മതിയാവും. ഞാനിവിടെ പട്ടയും കറിയാമ്പും മസാല, അങ്ങനെ പട്ടടയും കറിയാമ്പലും മണമൊന്നും വരില്ല. പക്ഷെ എന്താണെങ്കിൽ ഏതിപ്പോൾ മത്തിയോ അയിലയോ ഏതാണെന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു ഇതുപോലെയൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മസാല നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലിട്ടിട്ട് എല്ലാവിടെയും ഈ മസാല വരത്തക്ക രീതിയിൽ അതൊന്ന് പുരട്ടി കൊടുക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ട്യൂണ ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് മസാല തിരുമാനായിട്ട്. അങ്ങനെ മസാലയെല്ലാം തിരുമ്മി നമ്മുടെ മീൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ മസാല പിടിക്കാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഇവിടെ മസാല പുരട്ടി വെച്ച മീനിനെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഓരോന്നായിട്ടല്ല, നമുക്കിവിടെ നിരത്തി കൊടുക്കാം. നമ്മൾ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി സിമ്മിലാക്കിയിട്ട് വയ്ക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറുഭാഗം മറിച്ചിടാം. ഇനി കുറച്ച് മീനും കൂടിയിട്ട് ഇതുപോലെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ മീനിന് നല്ല നെയ്ക്കൊഴുപ്പുണ്ട് പോകണം. കുറച്ച് എണ്ണ ഒഴിച്ചെങ്കിലും ധാരാളമാണ്. മേലെ കണ്ടോ അങ്ങനെ നെയ്യ് പോലെ തെളിഞ്ഞ് വന്നിരിക്കുന്നു. ഇതേപോലെ നമുക്ക് ഈ ഭാഗം കൂടി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സൈഡും മറിച്ചിട്ട് മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഏത് മീനിനാണെങ്കിലും. സോ അടുത്ത ഒരു പുതിയ വിഭവമായി കാണുന്നത് വരേക്കും ബൈ ബൈ.